ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ആറ്റങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കറിയാം, ഒരു മൂലകം, ആ മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങളും എന്തായിരിക്കും, ഒരേപോലെയുള്ള ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതായിരിക്കും. പക്ഷേ വ്യത്യസ്ത മൂലകങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ കാർബണും ഓക്സിജനും, അതിന്റെ ആറ്റങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വ്യത്യസ്ത ഇനം മൂലകങ്ങളുടെ ആറ്റങ്ങൾ എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ എന്ന് പറഞ്ഞ വളരെ ചെറിയ കണികകൾ കൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ രാസപ്രവർത്തന വേളയിൽ ഇപ്പോൾ കാർബണും ഓക്സിജനും കൂടി, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ്, CO2 എന്നാണ് അല്ലേ. അപ്പോൾ C എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഉണ്ട്, O2 രണ്ടെണ്ണം ഉണ്ട്. ഇവർ രാസപ്രവർത്തന വേളയിൽ ആറ്റങ്ങൾ നശിക്കുന്നില്ല. ഓക്കെ, അത് പ്രിസർവ് ചെയ്യപ്പെടുന്നുണ്ട്. എത്രമാത്രം ആറ്റങ്ങളാണോ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തത് അത്രയും തന്നെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ രാസപ്രവർത്തന വേളയിൽ ആറ്റങ്ങൾ നിർമ്മിക്കപ്പെടുന്നുമില്ല, നശിപ്പിക്കപ്പെടുന്നും ഇല്ല. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് ആറ്റമാണ് കേട്ടോ. ചിലർ തന്മാത്ര എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അല്ല, ആറ്റമാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലെ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് കേട്ടോ.